നമസ്കാരം. ഈ അടുത്ത ദിനങ്ങളിലായി നാം ഏറെ ശ്രദ്ധിച്ച ഒരു വാർത്തയായിരുന്നു ബസ്സിനുള്ളിൽ അപമര്യാദയെ പെരുമാറി എന്ന പേരിൽ ഒരു യുവതി വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചത് മൂലം ആത്മഹത്യ ചെയ്ത ദീപകിൻ്റെ വിശേഷം. ഈ ഇടയായി ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയെ ദുരുപയോഗം ചെയ്യുന്ന പ്രവണത കൂടി വരുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. എന്നാൽ മറുവശത്ത് യഥാർത്ഥത്തിൽ യാത്രാവേളകളിൽ ബസ്സിനുള്ളിലൊക്കെ ഇത്തരത്തിൽ പീഡനം അനുഭവിക്കുന്ന പെൺകുട്ടികൾ ധാരാളമുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. ഇന്നലെ നടന്ന ഒരു സംഭവം. എൻ്റെ മകൾ പഠന ആവശ്യവുമായി ബന്ധപ്പെട്ട് KSRTCയുടെ AC ഡീലക്സ് ബസ്സിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. വൈകിട്ട് ഏകദേശം 8-8:15, 8:30 ആകുന്ന സമയത്ത് ബസ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നതിന് കുറച്ച് മുമ്പ് മോളിരിക്കുന്ന സീറ്റിൻ്റെ പിന്നിലെ സീറ്റിലിരുന്ന ഒരു വ്യക്തി തൻ്റെ കൈ സാവകാശം ഇവളുടെ സീറ്റിലേക്ക് കൊണ്ടുവരികയും അത് ഇവളുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ബസ്സിൽ മറ്റുള്ളവരെല്ലാം ആ സമയമായതുകൊണ്ട് തന്നെ ഒരു പക്ഷേ കണ്ണടച്ച് അല്ലെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുന്നതാണ് കണ്ടത്. ഇവൻ്റെ പ്രവൃത്തി താൻ അപ്പം തന്നെ പ്രതികരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് യാതൊരു തെളിവും ഉണ്ടാവില്ല എന്ന ബോധ്യത്തിൽ നിന്നും അവൾ പെട്ടെന്ന് മൊബൈൽ എടുത്ത് ക്യാമറ ഓൺ ചെയ്ത് പെട്ടെന്ന് കുറച്ച് നേരത്തേക്കുള്ള വീഡിയോ ക്യാപ്ചർ ചെയ്തു. അതിനുശേഷം എഴുന്നേറ്റ് നിന്ന് യഥാർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് തന്നെ ക്യാമറ തിരിച്ച് വെച്ച് അവളെ വീഡിയോ എടുക്കുകയുണ്ടായി. അതിനുശേഷം ഉടനെ തന്നെ അതുമായി മുൻഭാഗത്തുള്ള കണ്ടക്ടർ എടുത്ത് ചെല്ലുകയും കണ്ടക്ടർ എടുത്ത് പരാതി പറയുകയും ചെയ്തു. കണ്ടക്ടർ അവൻ്റെ അടുത്ത് വന്ന് നോക്കി. അപ്പോഴേക്കും അവൻ ഫോൺ എടുത്തിട്ട് ഒരു ഫേക്ക് കോൾ നടത്തുകയാണ്. ഞാൻ തമ്പാനൂർ സ്റ്റേഷനിൽ വരുമ്പോഴത്തേക്കും നിങ്ങളൊക്കെ അവിടെ വരണം, എല്ലാവരും വരണം, അവനെ വിളിക്കണം കേട്ടോ, അവരെയും വിളിച്ചോളണം, എല്ലാവരും കൂടെ ഒരുമിച്ച് അവിടെ ഉണ്ടാകണം, ഞാൻ ഇന്ന സമയത്ത് എത്തും എന്നൊക്കെ പറഞ്ഞൊരു ഭീഷണി സ്വരത്തിൽ. അതായത് ഞാൻ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവളെ എൻ്റെ കൈകാര്യം ചെയ്യാൻ എനിക്കവിടെ ആളുകളുണ്ട് എന്ന ധാരണയിൽ എന്ന രീതിയിൽ ഒരു ഫേക്ക് കോൺവെർസേഷൻ. ഇവൾ കണ്ടക്ടറോട് പറഞ്ഞു എനിക്ക് കംപ്ലയിൻറ്റ് ചെയ്തേ പറ്റൂ. അവിടെ തന്നെ ഫോണിൽ നിന്നും 100 ഡയൽ ചെയ്തു പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തു. പോലീസുകാർ അപ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്തു. അവർ പറഞ്ഞു നിങ്ങൾ ബസ് പട്ടം സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്കും ഞങ്ങളവിടെ എത്തിക്കോളാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. പട്ടം സ്റ്റേഷൻ എത്തി. പക്ഷേ നിർഭാഗ്യവശാൽ അപ്പോഴേക്കും പോലീസ് എത്തിയിട്ടില്ല. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ബസ് പട്ടവും കടന്നുപോയി. പക്ഷെ പോലീസുകാർ പട്ടത്തെത്തിയപ്പോൾ ബസ് കടന്നുപോയി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ തന്നെ അവരുടെ കൺട്രോൾ റൂമിൽ നിന്നും തമ്പാനൂരിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയും തമ്പാനൂർ അതിനുള്ള സജ്ജീകരണം ചെയ്യുകയും ചെയ്തു. അപ്പം തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മോളെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്നും പേടിക്കണ്ട, തമ്പാനൂർ സ്റ്റേഷനിൽ ഞങ്ങളുണ്ടാവും, അവിടെ വരുമ്പോൾ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞു. അതനുസരിച്ച് അവരുടെ മെസ്സേജ് എല്ലാം കറക്റ്റായി പാസ് ചെയ്തു. ബസ് തമ്പാനൂർ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഏകദേശം 2 വണ്ടിയിലായിട്ട് പോലീസുകാരവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ബസ് നിർത്തി. അവിടെ നിന്നും അവർ വന്ന് അയാളെ കയ്യോടെ പിടികൂടി മോളോട് വളരെ വിശദമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. അവൾ വിശദമായി കാര്യങ്ങൾ പറയുകയും എടുത്ത് വീഡിയോ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതിൽ നിന്ന് അവർക്ക് മനസ്സിലായി ഇയാൾ ശല്യം ചെയ്തുവെന്ന്. അതനുസരിച്ച് ഇയാളെ അവർ കൈകാര്യം ചെയ്തു. ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു ഇനി ഞാനിത് ആവർത്തിക്കില്ല, തെറ്റ് പറ്റിയതാണ്, ക്ഷമിക്കണമെന്നൊക്കെ, എനിക്ക് ഭാര്യയുണ്ട്, മകളുണ്ട് എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ മോള് ചെയ്തത് ഒരു നല്ല പ്രവൃത്തിയായിട്ടാണ് ഞങ്ങൾക്ക് കുടുംബാംഗങ്ങൾക്കും മാത്രമല്ല അവളുടെ സുഹൃത്തുക്കൾക്കും മറ്റു സമൂഹത്തിനുമൊക്കെ മനസ്സിലായതും അവളോട് അതനുസരിച്ച് പ്രതികരിച്ചതും. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കുക എന്നൊരു പ്രാധാന്യമുണ്ട് ഇവിടെ. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച് തങ്ങളുടെ ചാനൽ റീച്ച് കൂട്ടാനോ അല്ലെങ്കിൽ പൊതുജനമധ്യത്തിൽ അവഹേളിക്കാനോ തുനിയുക അല്ല വേണ്ടത്. വീഡിയോ തെളിവിനായി എടുത്ത് അത് ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്ത് സമർപ്പിക്കുകയും അതിൻ്റെ പേരിൽ ആക്ഷൻ എടുക്കുകയും ചെയ്യുക എന്ന നടപടിയായി
നടപടിയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഇവിടെ മോള് ചെയ്തത് അതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെയൊക്കെ മക്കൾ, പെൺമക്കൾ, നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾ, ഇവരൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. യാത്ര ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ അതേ ഉചിതമായ രീതിയിൽ അപ്പോൾ തന്നെ പ്രതികരിക്കുകയും പരാതികൾ എത്തേണ്ടടുത്ത് എത്തിക്കുകയും അവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പകരം അതെടുത്ത് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആ മനുഷ്യൻ ചെയ്ത തെറ്റിന് ഒന്നും അറിയാതെ വീട്ടിലിരിക്കുന്ന ആ മനുഷ്യൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ അപമാനം ഉണ്ടാക്കുന്നത് അത് ഒരു പക്ഷേ നമുക്ക് നീതീകരിക്കാൻ പറ്റുന്ന ഒന്നാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ വീണ്ടും അത് ആവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാത്ത രീതിയിൽ അധികാരികളിൽ നിന്നും താക്കീതുണ്ടാവുകയും എന്നാൽ അയാൾ പിന്നെയും ഇത് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ മാത്രം അത് മറ്റു രീതിയിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും ഉചിതം. ഇവിടെ എനിക്ക് എല്ലാ സ്ത്രീകളോടും പെൺകുട്ടികളോടും പറയാനുള്ളത് ഇത് മാത്രമാണ്. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതികരിക്കണം. അവിടെ നിങ്ങൾ എഴുന്നേറ്റ് ഒച്ചപ്പാടോ ബഹളോ ഉണ്ടാക്കുക എന്നതിനേക്കാൾ ഉപരി ഒരു ബസ്സിനെ സംബന്ധിച്ചിടത്തോളം കണ്ടക്ടറാണ് പരമാധികാരി. അപ്പോൾ കണ്ടക്ടർ എടുത്ത് കൃത്യമായ പരാതി പറയുക. അതിനുശേഷം കണ്ടക്ടറുടെ സഹായത്തോടു കൂടി തന്നെ പോലീസിൽ കൃത്യമായി അറിയിക്കുകയും അവർക്ക് പരാതി വേണ്ട രീതിയിൽ കൈമാറുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ടക്ടർമാരൊന്ന് ശ്രദ്ധിക്കണം, ഇത്തരത്തിലൊരു പരാതി വന്നു കഴിഞ്ഞാൽ അതിനെ വേണ്ട പ്രാധാന്യത്തോടെ പരിഗണിക്കുകയും അത് അധികാരികളിൽ എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് അവരുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. പിന്നെ ഒരു കാര്യം ഇവിടെ എടുത്തു പറയാതിരിക്കാൻ നിർവാഹമില്ല കേട്ടോ. ഈ പോലീസുകാരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു സഹകരണം, അത് മോള് പറഞ്ഞതനുസരിച്ച് അങ്ങേയറ്റം പ്രശംസനാർഹമാണ്. കാരണം ഒരു മെസ്സേജ് അവിടെ ചെന്ന ഉടനെ തന്നെ അവർ അലേർട്ടായി അവരുടെ കൺട്രോൾ റൂമിൽ നിന്ന് എത്തേണ്ട സ്ഥലങ്ങളിലൊക്കെ മെസ്സേജ് എത്തി, ആവശ്യത്തിന് പോലീസുകാരുമായി സ്ഥലങ്ങളിലെത്തി അയാളെ കൈയോടെ കൈകാര്യം ചെയ്തു എന്ന് മാത്രമല്ല, അവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ മകൾ അവൾ താമസിക്കുന്ന റൂമിൽ എത്തുന്നിടം വരെയുള്ള സുരക്ഷ അവർ ഒരുക്കി കൊടുത്തു എന്നതാണ് ഏറെ എടുത്തു പറയേണ്ട ഒരു സംഗതി. അതുകൂടാതെ അതിനുശേഷവും പല ഭാഗത്തു നിന്നും അവൾക്ക് പോലീസിൻ്റെ ഫോൺ കോൾ വരികയും മാഡം എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സേഫല്ലേ എന്ന് ചോദിച്ച് കംപ്ലീറ്റ്ലി സേഫാണ് എന്ന് ഉറപ്പ് വരുത്തുന്നവരെ അത് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്തു എന്നത് ഏറെ അഭിമാനത്തോടെ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് പറയാതിരിക്കാൻ നിർവാഹമുണ്ട്. മറ്റൊന്നും കൂടി പറഞ്ഞു ഞാൻ നിർത്താം. പ്രിയമുള്ളവരെ, ഈ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം ചില യുവതികളെങ്കിലും തങ്ങളുടെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ തെറ്റായ രീതിയിൽ ഫേക്ക് പബ്ലിസിറ്റി ഉണ്ടാക്കി മുമ്പോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്ന പാവങ്ങളായ ധാരാളം പെൺകുട്ടികളുടെ പ്രതികരിക്കാനുള്ള അവസരമാണ് ഇല്ലാതാകുന്നത് എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങളിലേക്ക് കടക്കാതെ നല്ല ഒരു സാമൂഹ്യ ബന്ധങ്ങൾക്കായി നമുക്ക് മുമ്പോട്ട് പോകുന്നതിന് ശ്രമിക്കാം. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.